മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ട അടൂരിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ്. കോട്ടമുറിയിൽ യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. യുവതിയുടെ മരണം കൊലപാതകമാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവ സമയം യുവതിയുടെ ഒരു ആൺസുഹൃത്ത് വീട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന ആൺസുഹൃത്ത് തൻ്റെ മകളെ കൊന്നതാണെന്നാണ് അമ്മ പറയുന്നത്. അവൻ തന്നെ ചെയ്തതാണ് സാറേ, ഞങ്ങൾക്ക് മൊത്തത്തിൽ സംശയമുണ്ട്, അവൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ, അവൻ തന്നെ ചെയ്തതാണ്, എന്നിട്ട് അവൻ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയായിരുന്നു, വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയില്ല, പക്ഷെ എൻ്റെ കൊച്ച് സ്വയം മരിക്കില്ല എന്നാണ് ആ മാതാവ് വേദനയോടെ മാധ്യമങ്ങളോട് കണ്ണുനീരോടെ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഷെഹന എന്ന 31 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്നും ശബ്ദം കേട്ട് അയൽവാസികൾ എത്തിയപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു വീട്. തുടർന്ന് നഗരസഭാ കൗൺസിലറെയും പോലീസ് അധികൃതരെയും ഒക്കെ വിവരം അറിയിക്കുന്നു. അവരുൾപ്പെടെ എത്തി വാതിൽ തുറന്നപ്പോഴാണ് ഷഹനയുടെ സുഹൃത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച കണ്ടത്. അകത്ത് കയറി പരിശോധിച്ചപ്പോൾ ഷഹനയെ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടൻ തന്നെ അടൂർ പോലീസിനെ വിവരം അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മരിച്ച ഷെഹനയുടെയും യുവാവിന്റെ ശരീരത്തിൽ രക്തപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ഏഴംകുളം സ്വദേശിയായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും 31 വയസ്സുകാരിയാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശരീരമാസകളിൽ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ഭർത്താവുമായി അകന്നു കഴിയുന്നയാളാണ് യുവതി എന്നാണ് വിവരം. പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. കൊല്ലം സ്വദേശിയായ യുവാവിനെ വിവാഹം ചെയ്ത ഷെഹന ഏറെ നാളായി ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് ഷെഹന. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. നടക്കുന്ന മരണമാണ്. എന്താണ് സംഭവിച്ചത് ആ വീട്ടിൽ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അമ്മയുടെ കരച്ചിൽ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.